അയ്യോ ചരിഞ്ഞു ചരിഞ്ഞു വേണ്ട വേണ്ട. ഇപ്രാവശ്യത്തെ വെഡിങ് ഡേ സ്പെഷ്യലായിട്ട് വരാത്ത സ്ഥലങ്ങളിലൊക്കെ വരികയാണ്. മലമ്പുഴ കാവയുടെ സൈഡ് കൂടെ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഒരറ്റത്ത് ഇതാ ബ്യൂട്ടിഫുൾ പ്ലേസിലെത്തിയിട്ടുണ്ട്. ബ്യൂട്ടിഫുൾ പ്ലേസ്, നല്ല കാം ആൻഡ് ക്വൈറ്റായിട്ട് വെള്ളത്തിൻ്റെ ശബ്ദം അടിപൊളിയായിട്ട് കേൾക്കാം. ഇവിടെ ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് കേട്ടോ. കുറേ പേര് വന്നിട്ട് വീഡിയോയും ഫോട്ടോയും ഒക്കെ ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് എന്നല്ലാതെ ഞങ്ങൾ വന്നിട്ടില്ല. ഇപ്പോഴാണ് ഒരു ചാൻസ് ഇട്ടിരിക്കുന്നത് വരാൻ. പക്ഷേ ഞാൻ ഷൂ ആണ് ഇട്ടിരിക്കുന്നത്. ഇറങ്ങാം എന്തായാലും. ഇതുവരെ വന്നിട്ട് ക്ലീൻ വാട്ടറാണ്, നമുക്ക് ഇറങ്ങാം. ആക്ച്വലി ഞാൻ വിചാരിക്കുന്നത് ഈ കല്ലിൽ ചവിട്ടിയിട്ട് അപ്പുറത്ത് കാലിട്ടിട്ടിരിക്കാം എന്നാണ്. സോ സ്റ്റെപ്പിംഗ് ഓവർ ടു ദ സ്റ്റോൺ. യെസ്, അച്ഛൻ അവിടെ എത്തി. എന്നിട്ട് ഈ കാലിങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ടിരിക്കാം, അതല്ലത്. നല്ല തണുപ്പുണ്ട്, ചെല്ലുന്നുണ്ട്, ഐസ് വാട്ടർ പോലെയുണ്ട്. ആൻഡ് ഞങ്ങൾ ശരിക്കും എന്താ ചൂട്, ഭയങ്കര വെയിലായിരുന്നു വരുമ്പോൾ. അപ്പോൾ ആ ഒരു വെയിലത്തുനിന്ന് വന്നിട്ട് ഈ വെള്ളത്തിൽ കാലിങ്ങനെ വെച്ചപ്പോൾ മൈ ഗോഡ് എന്തൊരു റിലാക്സ് ആണ്. ശരിക്കും കുളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷേ നോ വേ. ഈ ശബ്ദം ഉണ്ടല്ലോ, ഈ വെള്ളത്തിൻ്റെ മാത്രം ശബ്ദം കേട്ടുകൊണ്ട് ഇവിടെ ഇരിക്കാം. നല്ല പീസ് ഓഫ് മൈൻഡ്. നല്ല രസമുള്ള ഈ സ്ഥലം. ഈ സ്ഥലത്തേക്ക് നേരത്തെ വന്നവർ കമൻറ്റ് ചെയ്യുക, വരാത്തവർ വരാൻ നോക്കുക. അമ്മ വഴുക്കണ്ട, അവിടെ ഇരുന്നോളേ, ആ കല്ലിലിരിക്കും. ചെരുപ്പിട്ടിട്ടാണ് അമ്മ സാഹസം കാണിക്കണം. സക്സസ്. അച്ഛൻ അവിടെ നോക്കി നിൽക്കുന്നുണ്ട്. ഇനിയും അങ്ങോട്ട് വഴിയുണ്ടോ നോക്കി നിൽക്കായിരിക്കും തോന്നുന്നു. She is searching for another stone to step on. അച്ഛൻ മണലിൽ ചവിട്ടിയിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഓരോ കല്ലിൽ നല്ല പാഷാറുണ്ട്. എങ്ങാനും നമ്മൾ പാഷാറുള്ള കല്ലിൽ ചവിട്ടിയാൽ ചിലപ്പോൾ വഴക്കാൻ ചാൻസ് ഉണ്ടേ. അതാണ് പാഷാറില്ലാത്ത കല്ലിൽ നോക്കി ചവിട്ടി അവിടെ എത്തി. എന്തായിരുന്നു ഏറ്റവും ആ വലിയ പാറക്കല്ലിൽ ഇരുത്തിയിട്ട് ഫോട്ടോ എടുപ്പിക്കാനാണ്. സക്സസ്ഫുൾ. ജേണി തീർന്നിട്ടില്ല, നീ അവിടെ നിന്ന് വേറെ അടിക്കണ്ടോ? ശരി. അച്ഛൻ ഫോട്ടോ എടുക്കാനുള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ആൻഡ് ദ മോഡൽ. ഈ ഒരു അന്തരീക്ഷം ഭയങ്കര രസമുണ്ട്. കാടും പുഴയും. ഒരു നായി വന്നിട്ടുണ്ട്. ഞങ്ങൾ ഈ സ്ഥലത്ത് കൂടുതൽ അറിയുന്ന ഒരാളായിരിക്കും മേ ബി. അത് ശരിക്കും വെയിലില്ല, പക്ഷേ ഈ ഭാഗത്ത് നല്ല വെയിലുണ്ട്. ആ വെയിൽ തട്ടുമ്പോൾ നല്ല ഒരു ഗ്ലേസിങ് വെള്ളത്തിന്. ഇറ്റ്സ് നൈസ്. ഇത്ര നേരം ആ കല്ലിലായിരുന്നു ഇരുന്നത്, ആ കല്ലിൽ. ആൻഡ് ഞാൻ ഇതുവഴി ഇവിടെ എത്തി, അമ്മയിരുന്ന സ്ഥലത്തെത്തി. അപ്പം ഞങ്ങൾ 3 പേരും ഒരേ കല്ലിൽ ഇരിക്കുന്നു.
അച്ഛനൊരു സാഹസം കാണിക്കാൻ പോവുകയാണ് ഗൈസ്. അച്ഛൻ പറഞ്ഞതായി ആ വള്ളിയിൽ പോയി കയറുന്നു. ഞങ്ങളൊന്നും വേണ്ടാന്ന് പറഞ്ഞു. പക്ഷെ അഡ്വെഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പുറത്ത് പോയി നിൽക്കാതെ നമുക്ക് കാര്യമാണ്. അപ്പോൾ ആ കല്ലിക്കൂട്ടങ്ങളുടെ അതാ കയറുന്നുണ്ട്. ആദ്യം അത് ബലം ഉണ്ടോ നോക്കണം. വേണ്ട വേണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുമ്പോൾ മുണ്ട് കൊടുത്തിട്ടൊന്നും പറ്റില്ല. അയ്യോ പാൻറ്റോ അഡ്വഞ്ചർ കഴിഞ്ഞിട്ട് വരണു. ഇവിടെ ഫുൾ റബ്ബർ തോട്ടമാണ്. ശരിക്കും ഈ വഴി സ്ട്രെയിറ്റ് പോയി എവിടെ പോകുന്നു അറിയാണ്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം വന്നത്. പിന്നെ ഈ പോയിന്റിൽ നിന്ന് തിരിച്ചു. അമ്മേ അയ്യോ തിരിച്ചപ്പോഴാണ് സ്പീഡ് കൂടിയത്. ഇതുവരെ പതുക്കെ വന്നതായിരുന്നു. അധികം വണ്ടിയൊന്നും ഇല്ലല്ലോ. അധികം വണ്ടിയൊന്നും ഇല്ല. ബസ്സൊക്കെ ഉണ്ട്. പള്ളിപ്പടി ഉള്ളു ബസ്സൊക്കെ. പക്ഷെ ഈ സ്ഥലമൊന്നും അറിയാത്ത സ്ഥലമാണ്. ആനക്കൽ വരെ അറിയാം. പള്ളിപ്പടി ആനക്കൽ വരെ അറിയാം. പക്ഷെ ആനക്കലിന് ശേഷം അറിയില്ല. ഇത് പോയി എത്തിച്ചേരുന്നത് ഏത് ടൗണിലേക്കാണെന്നും അറിയില്ല. ഏതോ ഒരു ടൗണിലേക്ക് എത്തുമായിരിക്കും. ഫുള്ള് റബ്ബർ എസ്റ്റേറ്റ്, റബ്ബർ തോട്ടമാണ് ശരിക്കും. ഫുൾ റബ്ബർ തോട്ടം. നിർത്തി അവിടെ നിന്ന് മാങ്ങയൊക്കെ വാങ്ങിയതായിരുന്നു കേട്ടോ. ചൂടായിട്ടാ ശരിക്കും മാങ്ങ ചൂടായില്ലേ? എനിക്കൊരു കടിത. ഓ നല്ല ടേസ്റ്റ്. നല്ല ടേസ്റ്റ്. 2 വർഷം മുൻപ് ഇതുപോലെ ഒരു പ്രാവശ്യം ഞങ്ങൾ ഇതേ വന്നിട്ടുണ്ട്. അന്ന് ഒരു അമ്പലത്തിൻ്റെ ഒരു സൈഡ് നിർത്തിയിട്ട് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി. ആ സ്ഥലം തിരഞ്ഞു വന്നതാണ്. പക്ഷെ അതിൻ്റെ ലൊക്കേഷനൊക്കെ കുറച്ച് മാറി. അതാണ് അറിയാതിരുന്നത്. പിന്നെ ഇവിടെ ഫുൾ ഈ ഫ്രണ്ട് സൈഡ് നമുക്ക് കുറേ റബ്ബർ തോട്ടങ്ങളുണ്ട്, കാട് അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിനു മുൻപും ഞങ്ങളൊരു ഭാഗത്ത് ഒരു സ്പോട്ടിൽ നിന്നിട്ട് സ്പീഡ് കൂടി നിന്നിട്ട് കുറച്ച് റീലിടാൻ ഷോർട്സ് ഇടാനുള്ള വീഡിയോ ഒക്കെ എടുത്തു. ആ സമയത്ത് ഞാൻ വലിയ വ്ളോഗ് ഇടണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഷോർട്സ് മാത്രം എടുത്തത്. പക്ഷേ നമ്മൾ സെക്കൻഡ് സ്പോട്ടിൽ വന്നപ്പോഴാണ് അടിപൊളിയായി തോന്നിയത്. അപ്പോൾ ഒരു ലോങ് വീഡിയോ ഇട്ടാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ അവിടെ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. ആക്ച്വലി വലിയ മലകളുണ്ട്. ശരിക്കും കാവയുടെ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ കാവയുടെ മലമ്പുഴ ഡാമിൻ്റെ ഒരു ഭാഗമാണിത്. തലവേദനയ്ക്ക് പറഞ്ഞ വണ്ടി ഇങ്ങനെ വളഞ്ഞു നമ്മൾ ആദ്യം സ്പോട്ടിലെത്തി. നമ്മളിവിടുന്ന് പോകുന്നതിന് മുൻപ് കുറച്ച് ഇവിടുന്ന് കുറച്ച് അങ്ങടിക്ക് ആണ് നിർത്തിയിട്ടുണ്ടായിരുന്നത്. തിരിച്ചു വരുമ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇവിടെ നിർത്തിയതാണ്. അമ്മയും അച്ഛനും മാത്രമേ ചായ കുടിക്കണുള്ളൂ. ഇവിടെ ഫുൾ കാട്. ഇതൊരു ഒരു മലയാണ്. മലേൻ്റെ താഴെ കൂടെയാണ് നമ്മളിപ്പോൾ പോയത് കുറേ ദൂരം. ഇത് മലമ്പുഴ ഡാമിൻ്റെ ബാക്ക് സൈഡാണോ തോന്നുന്നു. ബാക്ക് സൈഡാണോ ഇനി സൈഡാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും മലമ്പുഴ ഡാമിലത്തെ വെള്ളമാണിത്. കവ ഐലൻഡ്. ഇതൊന്നുമില്ല, ഒരു ചായക്കടയിൽ കുറച്ച് സാധനങ്ങളും
മേലാമുറ്റം പോയിട്ട് തിരിച്ചിങ്ങോട്ട് വരാം. ഷോയ കാപ്പി. അത് ഉരുക്കുപാലമാണ്, അത് ചെയ്ത് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അത് ഞാൻ കിടന്നില്ല. ഇവിടെ നിന്ന് നമ്മൾ ടാറ്റാ ബൈ ബൈ പറഞ്ഞു. പോണ സമയത്ത് ഇവിടെ നിന്ന് തിരിച്ച് പോകുമ്പോൾ നിർത്തിയ ഒരു സ്ഥലം ഉണ്ടായിരുന്നു, പറഞ്ഞില്ലേ? അത് വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് വ്യൂ. കവാന്ന് പറയുമ്പോൾ തന്നെ ആ സെൻറ്ററിൽ കാണുന്ന ആ ഒരു പനയുണ്ടല്ലോ, ആ പനയാണ് അടയാളം. ഇതാ ഇവിടെയാണ് നിർത്തിയിട്ടുണ്ടായിരുന്നത് തിരിച്ചു പോണ സമയത്ത്. ഇവിടെ നിന്നാണ് മലയും പുഴയിലെ വെള്ളം. ഈ സ്ഥലം അടിപൊളിയായിട്ടില്ലേ? ഇവിടെ കുറേ സേഫ് ദി ഡേറ്റ് ഫോട്ടോസ് ഒക്കെ എടുക്കാറുണ്ട്. ഇത് അടുത്തൊരു സ്പോട്ടാണ്. ഇവിടെ ഫുള്ള് വേരുകളുള്ള ഒരു സ്ഥലമാണ്. കഴിഞ്ഞ പ്രാവശ്യം വന്നിട്ട് ഇവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു. ഇപ്പൊ ഭയങ്കര തിരക്ക്, ഭയങ്കര തിരക്ക്. ഒരു സംഭവം കണ്ടിട്ട് നിർത്തിയതാണ് പെട്ടെന്ന്. എന്താ അറിയോ? കുരങ്ങ് മരങ്ങളിലൊക്കെ ഇതാ കയറുന്നത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. സൂം ചെയ്യാ കാണാതാ. അതാ സ്പോട്ട് ദ മങ്കി ഇൻ ദിസ് വീഡിയോ. സ്പോട്ടഡ് മങ്കി സ്പോട്ടഡ്. അതന്നെ, അതായി അവിടെ നിൽക്കുന്നവർ. സോറി, ഇത് രണ്ട് പഴം എടുത്തിട്ട് കൊടുക്കേ. അവരവള് വിളിക്കണവര് അവര് എണ്ണം എത്ര എണ്ണം ഉണ്ട് എണ്ണിക്കൊണ്ടിരിക്കണം അവര്. അത് കൈ കൊണ്ട് എന്തെങ്കിലും. ഇനി വേറൊരു സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണ്. എന്തിനറിയാം? ഇത് തീർക്കാൻ. ഫൈനലി ഒരു കരിമ്പ് ജ്യൂസോട് കൂടി നമ്മളുടെ ഇന്നത്തെ എന്താ പറയുക, പുറത്തുനിന്നുള്ള ഫുഡ് കഴിക്കുന്നത് അവസാനിച്ചിരിക്കുന്നു എന്ന് തോന്നുന്നു. ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ ഇനിയും വാങ്ങുമോയെന്നറിയില്ല. ട്രെയിന് പോകണം. ഗുഡ്സ് ആണത്. ഗുഡ്സ് ട്രെയിനാണ്. ഗുഡ്സ് ട്രെയിൻ ഇങ്ങനെ പെട്രോൾ ഓയിലാണ് തോന്നുന്നു. പെട്രോൾ എന്നാണ് എഴുതിയിരിക്കണത്. ഓയിൽ പൈപ്പ് ലൈനിൽ കൂടി പോവാ. ഓയിൽ എങ്ങനെ എനിക്കറിയില്ല. മണ്ടത്തരം പറയണ്ട. എന്താ ഇറങ്ങിയതാണെങ്കിലേ പോകുമ്പോഴേ നല്ല രസമുണ്ട്. നീ തന്നെ പറഞ്ഞോ. ആ ഗുഡ്സ് അല്ലേ? അതന്നെ പെട്രോള്. എനിക്കറിയില്ല, എനിക്കും അതിൽ പെട്രോൾ എന്നാണ് എഴുതിയിട്ടുള്ളത്. ട്രെയിനും പോയി.